നിങ്ങൾ യൂസ് ചെയ്യുന്ന ബൈക്ക് R15 അല്ലെങ്കിൽ MT XSR ഈ മൂന്ന് മോഡൽ ഏത് ബൈക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യണം. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിയർ ഷിഫ്റ്റിംഗ് പക്കാ സ്മൂത്ത് ആക്കാം. നമ്മൾ കുറച്ചുനാൾ ബൈക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഗിയർ ലിവറിന് വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഇതുപോലുള്ള ഒരു പ്ലേ. ഈ പ്ലേ വന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു മെയിൻ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അതായത് കുറച്ച് നമ്മളൊന്ന് പുഷ് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് നാൾ ഇതിന് ലൂപ്പും കൂടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഗിയർ പെഡൽ കൊണ്ട് നല്ല ടൈറ്റ് ആവുന്ന ഒരു ഫീൽ ആവും. അപ്പോൾ ബൈക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ഡിസ്കംഫർട്ടാണ്. അപ്പോൾ പലരും ഇതിനൊരു സൊല്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTMന്റെ ഗിയർ പെഡൽ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ട് ഞാൻ അത് നോക്കി. പക്ഷേ എനിക്ക് എന്തോ പേഴ്സണലി അത് ഈ ഒരു സ്റ്റോക്ക് സെറ്റപ്പിൽ നിന്ന് ഇതിൽ KTMന്റെ ലിവർ കയറുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല നമ്മൾ ബൈക്ക് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ ഒരു ഗിയർ ലിവറിനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓക്കെ, ഈ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ എന്ത് ഓപ്ഷൻ ചെയ്യാന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ഗിയർ ലിവറിൽ തന്നെ നമുക്കൊരു ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ R15 MT അല്ലെങ്കിൽ XSR ഇതിൽ ഈ 3 ബൈക്സിന് വരുന്ന സ്റ്റോക്ക് ഗിയർ പെഡലാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ അകത്ത് നമ്മളൊരു ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാം. അപ്പോൾ ഈ ഒരു ബെയറിംഗ് വന്നാൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ സ്മൂത്ത് ആവും. മാത്രമല്ല ഈ ഒരു പ്ലേ നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു ബെയറിംഗ് നമുക്ക് ലൂബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഗ്രീസ് കൊടുക്കാം. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഈ ഹോൾ വഴി നമുക്ക് ഇടയ്ക്ക് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മഴ പെയ്ത് നമുക്ക് വെള്ളം ഇതിലായി കഴിഞ്ഞാൽ ഗ്രീസ് പോകുന്ന ഒരു ഇഷ്യൂ വരും. അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയിൻ ലൂബ് ഇടയ്ക്ക് യൂസ് ചെയ്താൽ മതി. ചെയിൻ ലൂബ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് WD-40 യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രീസ് തന്നെ യൂസ് ചെയ്താലും നമുക്ക് ഇത് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. MT-യിലൊക്കെ വരുന്നത് ഈ ഒരു അഡ്ജസ്റ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ അഡ്ജസ്റ്റബിൾ അല്ല ഈ സാധനം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനവും നമ്മൾ ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം ത്രെഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ രണ്ട് സൈഡിലും നമ്മൾ ബെയറിംഗും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റൈഡറിന് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഗിയർ ലിവർ നമ്മുടെ ഏതൊരു റൈഡറിനാണോ അയാളുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തായാലും എൻ്റെ ബൈക്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം.